CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് വടകരയിലെ നാരായണ നഗറിൽ തുടക്കമായി. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ മുന്നണിക്കെതിരെ വിശാല മുന്നണി എന്ന നിലയിൽ ഒന്നിച്ചു ചേരാൻ ശ്രമം നടക്കുന്നുവെന്നും എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അത് വിലപ്പോയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിനെയും BJPയെയും വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് LDF തുടർഭരണം നേടിയത് വലതുപക്ഷത്തെ വല്ലാതെ വിരളി പിടിപ്പിച്ചെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അവർ പ്രചാരണം നടത്തുന്നുവെന്നും ആരോപിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേരിൽ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, SDPI എന്നിവരെ UDF കൂട്ടുപിടിക്കുന്നു. BJPക്കെതിരെ അണിനിരക്കാൻ തയ്യാറുള്ളവരെ ഒന്നിച്ചു ചേർക്കാൻ പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് ഇന്ത്യ മുന്നണി രൂപം കൊണ്ടത്. എന്നാൽ BJPക്കെതിരായി വോട്ട് സമാഹരിക്കുന്നതിനുള്ള നിലപാടല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായി അധികാരത്തിൽ വരിക എന്നത് ഒരു തരത്തിലും ഈ ശക്തികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി LDF സർക്കാരിനെതിരായി ശക്തമായ പ്രചാരവേലകൾ, എല്ലാ രാഷ്ട്രീയ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള ഐക്യനിര രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിന് കൃത്യമായ രാജ്യത്തിൻ്റെ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി BJPയെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. പക്ഷേ BJP വിരുദ്ധ വോട്ടുകൾ യോജിപ്പിച്ച് നിർത്താനുള്ള നിലപാടല്ല അവിടെ സ്വീകരിക്കുന്നത്. ഇവിടെ BJPക്ക് ഗുണമുണ്ടാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ച മുഖ്യമന്ത്രി UGC നയത്തിൽ മാറ്റം കൊണ്ടുവന്നത് സർവകലാശാലകളെ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ നിന്നും മാറ്റാനാണെന്നും പറഞ്ഞു. കേന്ദ്ര നയങ്ങൾ അതുപോലെ നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് തരില്ല എന്ന അവസ്ഥയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. മതനിരപേക്ഷത വേണ്ട എന്നാണല്ലോ കേന്ദ്രത്തിനുള്ളത്. അതിന്റെ ഭാഗമായി മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ തകർക്കണം, പൂർണ്ണമായ കാവ്യവൽക്കരണം നടപ്പാക്കാനാവണം. അതിൻ്റെ ഭാഗമായാണ് പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ UGC പുറത്തിറക്കിയ പുതിയ കാര്യനിർദ്ദേശങ്ങൾ അത് സംസ്ഥാനത്തുള്ള സർവകലാശാലകളുടെ നിയന്ത്രണം കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കലാണ്. അതിനിടയാക്കുന്നതാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ പാർട്ടി നേരിട്ട പ്രതിസന്ധികളും ആരോപണങ്ങളും ചർച്ച ചെയ്യും. അതോടൊപ്പം പുതിയ ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.